ഞാനിവിടെ നമ്മുടെ എറണാകുളം സീരീസിലെ 3ാമത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു ഊണിന് എന്തൊക്കെ കറി വേണ്ടതെന്ന്. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി വളരെ സിമ്പിളായിട്ട് ഒരു കഷ്ണോടാണ്ടുള്ള മോര് കാച്ചിയത് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു മോര് കാച്ചിയത് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു. സത്യത്തിൽ നമ്മുടെ എറണാകുളം എപ്പിസോഡാണ് അടുത്തത് ഇടണ്ടേന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ എനിക്കെന്തോ എന്നാൽ പിന്നെ അത് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ലഞ്ച് കോംബോ ആയിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കോംബോ വേണ്ടതെന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി പപ്പടം എന്തായാലും വേണം. പിന്നെ ദീപു പറഞ്ഞു അവൾക്ക് ഫിഷ് ഫ്രൈ വേണമെന്ന്. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അതും ആയിക്കോട്ടെ. അപ്പോഴും എനിക്കെന്തോ ഒരു പോരായിക, എന്തെങ്കിലും ഒരു സാധനം കൂടി ചേർക്കണം. മാങ്ങച്ചാർ കൂടി ഉണ്ട്, പക്ഷെ അത് എനിക്ക് കഴിക്കാനുള്ള ഒരു മൂഡല്ലെന്ന്. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു കടച്ചക്ക വെച്ചിട്ടൊരു മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. പക്ഷെ കടച്ചക്ക കിട്ടാനില്ല. അങ്ങനെ നോക്കിയപ്പോൾ കൂർക്ക, എന്നാൽ പിന്നെ കൂർക്ക അങ്ങോട്ട് മെഴുക്ക് വരട്ടി ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതും കൂട്ടിയിട്ട് പടപടയ്ക്കാന്ന് വെച്ചു. പണ്ട് കുട്ടിക്കാലത്ത് വേറെ കറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അമ്മ തെക്കേലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മോര് വാങ്ങിയിട്ട് അതിങ്ങോട്ട് കാച്ചി പപ്പടവും പിന്നെ എന്തെങ്കിലും ചമ്മന്തിയൊക്കെ പിടിച്ചോ, അതും മതിയായിരുന്നു. അപ്പം ആദ്യം നമ്മൾ വെക്കാൻ പോണത് മോര് കാച്ചിയതാണ് അല്ല അമ്മ? കാർത്തികയുടെ തൈരാണ് നമ്മൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ എത്ര ഉണ്ട്? ഏകദേശം 2 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം എടുത്തോ. നീ ചേർക്കോ? ഇങ്ങനത്തെ പണിയൊക്കെ ദീപുവിന് നല്ല ഇഷ്ടമാണ്. കട്ട പാടില്ല കേട്ടോ, തീരെ പാടില്ലേ. അങ്ങനെ പുളി കറക്റ്റ് പുളിയാ, നല്ല തൈരാ, കാർത്തികയുടെ തൈരല്ലേ അതിപ്പോ. നോക്കി നീ നോക്കി. അപ്പോൾ ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുക. പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ടില്ല. ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ടോ ദീപം. ഓക്കെ, ഇനി ഇച്ചിരി കുത്തുമുളക് കിട്ടോ. ഓക്കെ, ഒരു ശകലം കുരുമുളക് ഇട്ടാലും കുഴപ്പമില്ല, നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ മുളകായി, കുത്തുമുളക്, പച്ചമുളക്, കുരുമുളക് ഒന്നുകൂടിയാണ് നന്നായിട്ട് മൂത്ത് വരട്ടെ. കറിവേപ്പില, ധാരാളം കറിവേപ്പില ചേർക്കുന്നുണ്ട്. ആയിണ്ടല്ലേ, മതിയല്ലേ? ഇനി മൂക്കണ്ടല്ലോ. ഒരു ശകലം മഞ്ഞപ്പൊടി കൂടി ഇടണം, കളറ്. ഓ മഞ്ഞയല്ല ദീപോ, കളർ മഞ്ഞ കളർ ആയിക്കോട്ടെ. ഇതൊന്ന് ചൂടായാൽ മതി, തിളക്കണ്ടല്ലേ എൻ്റെ അമ്മ? ഉപ്പ് വേണം, ഉപ്പ് കുറച്ചിലിട്ടല്ലോ. നേരത്തെ നമ്മൾ എത്ര അരയിട്ടെ? കുറച്ചും കൂടി ഉപ്പ് ചേർത്തോ. അല്ല ഒന്നിട്ടോ അര മതിയാ? ഇട്, ഒന്നുകൂടി ഇട്, അര കൂടി ഇട്ടോ. ഇല്ലില്ല, അടിപൊളിയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ശകലം പഞ്ചസാര ചേർത്തോ വേണമെങ്കിൽ, ഇച്ചിരി ബാലൻസ് ചെയ്യാൻ. പിഞ്ചെന്നൊക്കെ ഇട്ടോ. തീ ഓഫ് ചെയ്തിട്ട് തിളക്കണ്ട. പപ്പട ചീന്തി ഉറക്കട്ടോ മോളെ. അതല്ലേ ഞാൻ പറഞ്ഞ ചീന്തി വറുത്ത പൊടിക്കാം. ഇന്ന് നമുക്ക് മത്തി ചാളയാണ് മസാല പുരട്ടി വെച്ചിട്ടുള്ളത് വറുക്കാനായിട്ട്.
അപ്പം അങ്ങനെ പപ്പടം വറുത്ത് കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോകണം. ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ടോ, മുളക് ഇട്ടോ, ഉപ്പിട്ടാ. ഉപ്പ് കൂർക്കയിലിട്ടുണ്ടാവില്ലേ? ശരിക്കും ഒരു മുളക് പൊടിയാണ് കേട്ടോ. എരിവല്ല, ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഒരു പൊടി ഇട്ടോ, കുറച്ചുകൂടി ഇട്ടോ. മതി. മതി. ഈ മീൻ വറുത്തത് തൽക്കാലം മാറ്റിക്കാം. ലാസ്റ്റ് എടുക്കുക ദീപം. ഒരേ വേണ്ടമ്മ. അമ്മയുടെ ഒരു ലോഡ് കൂർക്കുണ്ട് കേട്ടാ. ആ ഗ്ലാസ് ഒന്ന് മാറ്റിയിട്ട് ദീപം. ഉള്ളിയുണ്ട്. മിക്സ് ചെയ്യുമ്പോഴാണ് അടിപൊളി. കൂർക്കയും മോര് കാച്ചിയത് സൂപ്പർ കൊമ്പുണ്ട്. മതി. ആ ചാള മാത്രം എടുത്ത് ചാള ഇങ്ങനെ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒരു പിടിയിലങ്ങോട്ട് പൊതിയ മുളകൊക്കെ അങ്ങോട്ട് കടിച്ചില്ല. ഓ അടിപൊളിയത്. ഒരു ശകലം മോര്, യെസ്, ഒരല്പം ചോറും, ഒരു ശകലം കൂർക്കയും മതി. എല്ലാം കൂടി കൊണ്ട് ഒരു പെർഫെക്റ്റ് മിക്സിംഗ് ആണ്. ഇതിനൊന്നും കളയാറില്ല. അപ്പുറത്തിൻ്റെ ആവശ്യമില്ല. മീനുണ്ടല്ലോ. ചോർക്ക. അമ്മയ്ക്ക് ചോറുണ്ടോ? ഓ വേർത്തു. ചോറ് മൊത്തം കിടത്ത് നല്ലോണം ഉണ്ട്. ദീപൻ ബാക്കിൻ്റെ അല്ലേ ഇവിടെ വയ്ക്കി ഷൂട്ടേ സുഖത്തിന്. ഇവിടെ വെച്ചോ. പാത്രത്തിൽ തട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ബാക്കി മതി. കള്ളി, നീ ഇതെന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനത്തെ തന്നെ. ഇതിന് മോര് എൻ്റെ ചാറ് വയ്ക്കേ.
ഓക്കെ അല്ലേ? സൂപ്പറായിരുന്നു. അപ്പം ഇത് പുപ്പൂനും ചിപ്പിക്കും കൊടുക്കാം. അങ്ങനെ ഊണ് ഗംഭീരായില്ലേ ദീപം? സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. അങ്ങനെ നല്ലൊരു ഊണൊക്കെ കഴിച്ച് പാട്ടും കേട്ടിരിക്കുക. എന്താ ഒരു സുഖം അല്ലേ അമ്മ? നല്ല അടിപൊളി കോംബോ ആയിരുന്നു. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കോംബോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്ന് പറയുമ്പോൾ എറണാകുളം 3ാമത്തെ എപ്പിസോഡായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.